നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബുള്ളറ്റിന് ചെയിൻ ലൂബ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ തമ്പനെയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളതും ചെയിൻ ലൂബാണ്, ഏതിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ നൈഫൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ ഇരുന്നൊരു വയർ സ്ട്രിപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇവിടെ തൊട്ടടുത്ത് ഒരു മരം മുറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്കിത് ഏതായാലും അൺബോക്സ് ചെയ്യാം. ഞാൻ അധികം പ്രൊഡക്റ്റൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ ഒരു നമ്മുടെ RR3 ഒരു സീറ്റ് കൗള് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അല്ലാണ്ട് അങ്ങനെ അധികം അൺബോക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കട്ടെ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണണേ. നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നത്. അപ്പോൾ ഇത് ഒന്ന് അൺബോക്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. തലതിരിഞ്ഞ് പോയി അൺബോക്സ് ചെയ്തപ്പോൾ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ അത് കണ്ടില്ലേ, നല്ല കളർഫുൾ സാധനമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരെണ്ണം ചെയിൻ ക്ലീനറും ഇതിലൊരെണ്ണം ഇത് ചെയിൻ ലൂബും ഇത് ക്ലീനറുമാണ്. അപ്പോൾ അതിനായിരിക്കും എനിക്ക് തോന്നുന്നു ടോപ്പ് വ്യത്യാസം കൊടുത്തേക്കണം, അതായിരിക്കുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി നമ്മുടെ ചെയിൻ ലൂബ് ചെയ്യാം. ആദ്യം ചെയിൻ ക്ലീൻ ചെയ്യാം, അതിനുശേഷം ചെയിൻ ലൂബ് ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നു ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊരു 4-5 പ്രാവശ്യത്തേക്ക് ചെയ്യാനുള്ളത് ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. 200 ml ഇത് രണ്ടും. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചെയിൻ്റെ അവസ്ഥ ഇതാണ്, ഭയങ്കര അഴുക്കായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലീനർ ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇത് പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ ഇനി വൈഡോ കൂടെ. അപ്പോൾ നമ്മുടെ ചെയിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് ചെയിൻ ക്ലീനർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. ഞാൻ പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പണ്ട് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടല്ല, പണ്ട് വേറൊരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഇതിനകത്ത് പറഞ്ഞാൽ ശരിയല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്കിപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ ക്ലോസ് ചെയ്ത് തന്നോ. അപ്പോൾ ഇതാണ് ക്ലീനർ, ഓറഞ്ച് ക്യാപ്പ് ഉള്ളതാണ് ക്ലീനർ. നമ്മൾ ക്ലീനർ എടുത്തിട്ടുണ്ട്. അത് കൈ കൊണ്ട് കറക്കിയാണ്. വണ്ടി ആകെ പൊടി പിടിച്ച് കിടക്കാണ് ഇപ്പോൾ. കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല. എൻ്റെ കാല് ചെറിയൊരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നൊക്കെ ചെയ്യണത്. അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇടയിലെങ്ങാനും വിരൽ പോയി കഴിഞ്ഞാൽ വിരൽ കട്ടായി പോകും. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പറ്റിയിട്ടുണ്ട്, അവൻ്റെ വിരൽ കട്ടായി പോയി. ഈ ഫ്രണ്ടിലത് ഈ 2 ഭാഗം കട്ടായി പോയി. അവനിപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് പോവാം. ഫസ്റ്റ് ക്ലീൻ ചെയ്യാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ തുടച്ച് കളയാണേ. ഈ വശത്ത് ഇനി ഈ വശത്ത് സെൻറ്റർ വശത്തും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് പോവാം. ഇനി അപ്പുറത്തെ വശത്തും കൂടെ ക്ലീൻ ചെയ്യണം. പക്ഷെ എനിക്ക് കൈ എത്തുന്നില്ല. അതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണ ഗോപ്രോയിലാണ് കേട്ടോ. ഇത്രയും കൂടെ ഒന്ന് ക്ലോസ് പോകാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇവിടെ വൈഡ് ഇതുണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു ഇത് പോകണുണ്ടല്ലോ. ഇനി ചെറിയ ക്ലോത്ത് വെച്ചിട്ടേ തുടച്ച് കാണിച്ചാൽ നോക്കി എന്തോരം അഴുക്കുണ്ടായി നോക്കി. ശരിക്ക് നല്ലോണം പോയിട്ടുണ്ട്. എന്താ ഒരു ഇത് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു പോവാം. മാറിയിടാം. ഇത് കണ്ടില്ലേ, നല്ലോണം ക്ലീനായി. കാണിച്ചു കൊടുത്തില്ല, ജസ്റ്റ് കാണിച്ചു കൊടുത്ത് നല്ലോണം ക്ലീനായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ക്ലീനായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കി ആ നമ്പറൊക്കെ ശരിക്കും
കാണുന്നുണ്ട്. ഒന്നും കൂടി ക്ലീൻ ചെയ്തത് ശരിക്കും സെറ്റാവും. അപ്പോൾ ഈ ഭാഗമൊക്കെ നോക്കി ഭയങ്കര തുരുമ്പ്, അതായത് അഴുക്ക് കയറിയിരുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ ക്ലീനർ ഇട്ട് തുടച്ചപ്പോഴാണ്. ലൂബ് ചെയ്തിട്ടില്ല, ഇനി ലൂബ് ചെയ്യാൻ കിടപ്പുണ്ടിട്ടാ. അപ്പോൾ ഭയങ്കര മരം പെടണതിൻ്റെ ഭയങ്കര സൗണ്ട്, ഭയങ്കര ശല്യം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കി കണ്ടില്ലേ, മൊത്തത്തിലൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൂബ് ചെയ്യാം. ഒന്നും കൂടെ ചെറുതായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്, നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ക്ലീനൊക്കെ ചെയ്തു, നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു, ക്ലോസ് ഷോട്ട് കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ലൂബ് ചെയ്യാൻ പോവാണ്. ചെയിൻ ലൂബാണ്. ഇതിൻ്റെ പേര് ഇതുവരെ നമ്മൾ പറഞ്ഞില്ല അല്ലേ? പ്രൊഡക്റ്റിൻ്റെ പേര് TRM കാലിഡാഡ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അവരുടെ ചെയിൻ ലൂബാണ്. ഇത്ര നേരമായിട്ട് അത് പറഞ്ഞില്ല, അത് ഞാൻ ഫ്രണ്ടിൽ എഴുതി കാണിക്കാം. അപ്പോൾ അത് ലൂബിയാണ്. ലൂബ് മൊത്തത്തിൽ ഇറങ്ങിപ്പോണ്ട്. സെൻറ്ററിൽ ലൂബ് ചെയ്യാം. നമ്മളെ ഇത് തുരുമ്പൊക്കെ പോകണുണ്ടല്ലേ, ആ ക്ലീൻ ചെയ്തൊരു 10 മിനിറ്റ് ഇരിക്കണമായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ തന്നെ 5 മിനിറ്റ് ഇരുന്നല്ലേ, 5 മിനിറ്റ് ഇരുന്നിട്ടാണ് നമ്മളിപ്പോൾ ലൂബ് ചെയ്തിട്ടുള്ളത്. ലൂബ് ചെയ്തിപ്പോൾ വെറുതെ കിണ്ണ സാധനം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ശരിക്കും കറങ്ങി പിടിച്ചോട്ടെ. ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ അടിക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. പുത്തൻ ചെയിൻ പോലെ ആയിട്ടുണ്ട്. ക്ലീനറും ചെയ്ത് ഈ ലൂബും ചെയ്തിട്ട് TRM കാലിഡാഡിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ ചെയിൻ ലൂബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, ലൂബുമായിട്ടുണ്ട്. നമുക്കിത് ഈ ടയർ വെറുതെ ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. നേരത്തെ കറക്കിയപ്പോഴും ഇപ്പോൾ കറക്കിയപ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെയിൻ ലൂബൊക്കെ ചെയ്യുന്നൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു, നേരിട്ട് കണ്ടു. അപ്പോൾ TRM കാലിഡാഡിൻ്റെ പ്രൊഡക്റ്റാണ്, ചെയിൻ ലൂബാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർ എൻ്റെ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കയറി ഓർഡർ ചെയ്തോ. കിട്ടില്ല പ്രൊഡക്റ്റാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇത് ചെയിൻ ലൂബ് ചെയ്ത് ഒരു 5-6 പ്രാവശ്യം ചെയ്യാനുള്ള ലൂബും ക്ലീനറും ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.